സംസ്ഥാന നിയമസഭയുടെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ 24 മണിക്കൂർ കഴിയുമ്പോൾ പുറത്തു വന്നു തുടങ്ങും. 2021 തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലമല്ല 2026 നമ്മൾ പങ്കുവച്ചതെന്ന് ഏവരും സമ്മതിക്കുമല്ലോ. 2021 മുതലുള്ള കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ രണ്ട് മുന്നണികൾ തമ്മിലുള്ള വിജയപരാജയം തീരുമാനിക്കുന്നത് 1% മുതലുള്ള ചെറിയ വോട്ട് വ്യത്യാസത്തിലായിരുന്നുവെങ്കിൽ 2021 അതിൻ്റെ വ്യത്യാസം ഏതാണ്ട് 6% മുകളിലേക്ക് ഉയർന്നു. 2016 സംബന്ധിച്ച് പറയുമ്പോൾ ഇടതു മുന്നണിക്ക് UDF മുകളിൽ 4.67% മുൻതൂക്കമുണ്ടായിരുന്നു. ഇത്തരത്തിൽ പ്രതിപക്ഷം ഭരണകക്ഷി ആയി മാറുന്ന രീതി, ഇല്ലെങ്കിൽ മറിച്ചും ഇത്രയധികം UDF LDF തമ്മിൽ വോട്ടിംഗ് ശതമാനത്തിൽ വ്യത്യാസമുണ്ടാകാനുള്ള കാരണം പ്രതിപക്ഷ വോട്ടുകളിൽ ഒരു ഭാഗം NDAക്ക് പിടിക്കാനുള്ള കരുത്ത് അവർ 2011 ശേഷം ആർജിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലും ജയിക്കുന്ന കക്ഷിക്കും തോൽക്കുന്ന കക്ഷിക്കും തമ്മിലുള്ള മാർജിനുകളിൽ വലിയ അന്തരമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം അത് എത്ര MLAമാരെ ജയിപ്പിച്ചെടുക്കാൻ സഹായകരമാകുമെന്ന് നിലവിൽ നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യം തുടരുന്നു. ഇവിടെ ഒരു വശത്ത് LDF പിണറായി മൂന്നാം കാലത്തിലേക്ക് കിടക്കുന്ന പിണറായിയുടെ സർക്കാർ എന്നൊരു സങ്കല്പം വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതെങ്കിൽ അവർക്ക് ജയസാധ്യതയുണ്ട് എന്ന് നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കാനും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനും ഒട്ടേറെ അവസരങ്ങൾ അവർ തന്നെ സൃഷ്ടിച്ചിരുന്നു. ഇപ്പം ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവർ നടപ്പാക്കിയെന്ന് അവർ അവകാശപ്പെടുന്ന ഏതാണ്ട് 5 ലക്ഷത്തോളം വരുന്ന വീടുകൾ, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവർ അഭിമാനത്തോട് പറയുന്ന ഇന്ത്യക്കാകെ മാതൃകയായ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് നിർമ്മിച്ച് തീർന്നുകൊണ്ടിരിക്കുന്ന ടൗൺഷിപ്പുകളെ പറ്റിയുള്ള അവരുടെ വിവരണങ്ങൾ, ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ 62 ലക്ഷം വരുന്ന സാധാരണക്കാർക്ക് ഇടതടവില്ലാതെ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് പരിഹരിച്ചുകൊണ്ട് 2500 രൂപ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞത് സാധിച്ചില്ലെങ്കിൽ പോലും 2000 രൂപ വീതം എല്ലാ മാസവും എത്തിക്കാൻ അവർ വിജയിച്ച സാഹചര്യം. ഇങ്ങനെ ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, റോഡുകളുടെ കാര്യത്തിലൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് വീണ്ടും അധികാരത്തിലെത്താൻ അവസരമുണ്ട് എന്ന് അവർ ഇന്നും വിശ്വസിച്ച് വരുന്നുണ്ട്. എന്നാൽ മറുവശത്ത് UDF സംബന്ധിച്ചിടത്തോളം ശ്രീ AK ആന്റണിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവസാനത്തെ വണ്ടി എന്ന് ഒരിക്കൽ കൂടി നമുക്ക് പറയേണ്ടി വരും. UDF സംബന്ധിച്ചിടത്തോളം 10 വർഷത്തിന് ശേഷം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമായ ഒട്ടേറെ ഘടകങ്ങൾ അവർ പ്രതീക്ഷിക്കാത്ത തരത്തിൽ അവർക്ക് കൈവശം എത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പം ശബരിമല പോലെയുള്ള ഒരു പ്രശ്നം പ്രതിപക്ഷം കണ്ടെത്തിയതിനപ്പുറം വീണ് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന തരത്തിൽ തന്നെയാണ് UDF ഈ തെരഞ്ഞെടുപ്പിലും അവർ അവതരിപ്പിച്ചത്. മോഡിയുമായി ബന്ധപ്പെട്ട് നോക്കൂ, കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഒരു കാലത്ത് ബാലികേറാമലയായിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലേക്ക് CPIM മറ്റും കടന്നു കയറാൻ അവസരമുണ്ടാക്കിയെടുത്തത് BJPക്കെതിരെ അവർ കേരളത്തിൽ നടത്തിയിട്ടുള്ള, RSSനെതിരെ അവർ നടത്തിയിട്ടുള്ള നീണ്ടകാല പോരാട്ടത്തിൻ്റെ പരിണിത ഫലമായിട്ടായിരുന്നു. അങ്ങനെയാണ് വളരെ നിർണായകമായ ഘട്ടങ്ങളിൽ അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ മുൻതൂക്കം ഉണ്ടാക്കാൻ അവസരം വന്നു ഭവിച്ചത്. എന്നാൽ മുൻതുടുത്ത മോഡിയാണ് ശ്രീ പിണറായി വിജയൻ എന്നുള്ള കോൺഗ്രസിന്റെ ആവർത്തിച്ചുള്ള ആരോപണത്തെ ശരിവെക്കും വിധം ശ്രീ പിണറായി വിജയൻ എടുത്ത ചില തീരുമാനങ്ങൾ, കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ട് വാങ്ങിയെടുക്കാനായി എന്ന പേരിലെടുത്ത ചില തീരുമാനങ്ങൾ, PM-ശ്രീ പദ്ധതി പോലെയുള്ള വിഷയങ്ങൾ, മറ്റു പല കാര്യങ്ങളിലും പിണറായി വിജയനെ മോദി സർക്കാർ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കോൺഗ്രസിന്റെ ആരോപണം, അങ്ങനെയുള്ള വിഷയങ്ങളിൽ പിണറായി വിജയൻ സർക്കാരിന് മോദിയുമായി എന്തോ ചില
കൊടുക്കൽ വാങ്ങലുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ആരോപണത്തെ ശരിവെക്കും വിധം അവതരിപ്പിക്കുവാൻ UDF വിജയിച്ചു. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രീയ മൈലേജ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി BJPക്കെതിരെയുള്ള ജനങ്ങളുടെ പൊതുവികാരം, ഇല്ലെങ്കിൽ BJP സർക്കാരിനെ ഇന്ത്യൻ പാർലമെന്റിൽ ഒറ്റപ്പെടുത്താനുള്ള സാധാരണ ജനങ്ങളുടെ, മതന്യൂനപക്ഷങ്ങളുടെ അവരുടെ വികാരങ്ങളെ സ്വാഭാവികമായി UDF അനുകൂലമാക്കി മാറ്റാൻ കേരളത്തിൽ അവർക്കും ജനങ്ങളും വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സാഹചര്യം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇല്ലാതാകുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDF വോട്ട് ചെയ്തിരുന്ന ന്യൂനപക്ഷങ്ങൾ പോലും UDF വോട്ട് ചെയ്തു എങ്കിൽ പോലും അവർ മടങ്ങിയ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDF വോട്ട് ചെയ്യും എന്നൊരു ശൈലിക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറ്റമുണ്ടാക്കും എന്നൊരു ധാരണ, അതിന് അടിവരയിടുവാൻ UDF വിജയിച്ചു. ഈ സാഹചര്യം കൊണ്ടാണ് UDF ഒരുപക്ഷെ 100-ലധികം സീറ്റ് കിട്ടും എന്ന് ശ്രീ VD സതീശനും സംഘത്തിനും പറയാൻ കഴിയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ LDF മുന്നോട്ട് വെച്ചിട്ടുള്ള പല കാര്യങ്ങളിലും ഉത്തരവാദിത്ത ബോധത്തോടെ അവർ ചെയ്യാൻ ഒരു പരിധിവരെ വിജയിക്കുമ്പോൾ മന്ത്രിമാർക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉണ്ടാവുകയോ അതിൻ്റെ പേരിൽ ആരെങ്കിലും രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കെ ഒരു പരിധിവരെ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ തട്ടിമുട്ടി മുന്നോട്ട് കൊണ്ടുപോയ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഭരണ സംവിധാനത്തെ ആ രീതിയിൽ വിലയിരുത്തുന്നതിനപ്പുറം മോഡി, പിണറായി, ബായി ശബരിമല വിഷയം തുടങ്ങിയ വൈകാരിക പ്രശ്നങ്ങളെ ഉയർത്തിയ UDFനും വലിയ വിജയ സാധ്യത അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ചുരുക്കത്തിൽ LDFന്റെ വിജയ സാധ്യതയേക്കാൾ UDF ഉയർത്തിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്ക് കേരളത്തിൽ ഒരു പക്ഷേ വിജയം നേടുവാനുള്ള ഒരു അവസരം എന്ന അർത്ഥത്തിലാണ് UDFന് LDFന് മുകളിൽ ഒരു എഡ്ജുണ്ട് എന്ന് UDFകാരും രഹസ്യമായി LDFകാരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.